പലപ്പോഴും തലവേദന വരുമ്പോൾ ആൾക്കാർക്കുള്ള സംശയമാണ്, ഇത് ട്യൂമറാണോ? ഒരു തലവേദന വന്നാൽ തന്നെ ട്യൂമറാണോ എന്നാണ് സംശയം. ഇവൻ നമ്മൾ മൂവീസിൽ അങ്ങനെയാണ്, തലവേദന വരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു ട്യൂമറാന്ന് കാണിക്കുന്നു. അപ്പോൾ നമുക്കിത് ശരിക്കും എല്ലാ തലവേദനകളും ട്യൂമറാണോ മാം? ഒരിക്കലുമല്ല. ആക്ച്വലി നമുക്ക് വരുന്ന തലവേദനകളിൽ 90% ബിനൈനാണ്. അതായത് നമുക്ക് ട്യൂമറോ അല്ലെങ്കിൽ മാരകമായൊരു രോഗമോ ഉണ്ടാകുന്ന തലവേദനകളായിരിക്കില്ല. അപ്പം നമുക്ക് നോക്കാം, ഈ 10% എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ 10% ഉണ്ടാവും. അവർക്കൊരു പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ടാവും. ഒന്ന്, ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന തലവേദന. ഇതുവരെ തലവേദന ഇല്ലാത്ത ആൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തുടങ്ങുന്ന തലവേദന. പിന്നെ ഈ തലവേദന രാത്രികളിൽ പെർസിസ്റ്റ് ചെയ്യുക. രാത്രിയിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന രീതിയിൽ വരെ വരുന്ന തലവേദന, പ്രത്യേകിച്ച് ഉറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ തലവേദന. പിന്നെ തലവേദനയോടുകൂടി ശക്തമായ ഛർദി വരിക, പനി വരിക എന്നിങ്ങനെ. തലവേദനയുടെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള സിംറ്റംസ് വരാം. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് തലവേദന വന്നിട്ട് പെട്ടെന്നൊരു കണ്ണിൻ്റെ കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ ഒരു സൈഡ് തരിപ്പ് തോന്നുക, അല്ലെങ്കിൽ ഒരു സൈഡ് കൈകാലുകൾക്ക് കുഴച്ചിൽ വരിക. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ബിനൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ടാത്ത ഒരു ഹെഡേക്ക് ആയിരിക്കില്ല. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ തലവേദനയുടെ തീവ്രത വെച്ചിട്ടാണ് എനിക്ക് എന്തോ രോഗം ഉണ്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷെ തീവ്രതയ്ക്കും ഇതിനുമായിട്ട് പൊതുവെ ബന്ധമില്ല. പക്ഷെ അതിലും എക്സെപ്ഷൻ ഉണ്ട്. ഒരേ ഒരു അസുഖമുണ്ട്, വളരെ ശക്തമായിട്ടുള്ള തലവേദന വരുന്നത്. അതായത് പേഷ്യൻ്റ് പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയ്ക്ക് വലിയൊരു തലവേദന അനുഭവിച്ചിട്ടില്ല. അതാണ് ബ്രെയിനിൽ ബ്ലീഡിങ്ങിലുണ്ടാകുന്ന തലവേദന. അപ്പോൾ അങ്ങനെ ഒരു തലവേദന ആദ്യമായിട്ട് ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ആൾക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ആ അസുഖങ്ങളാണ് പലപ്പോഴും നമ്മൾ എത്രയും വേഗം ചികിത്സ നേടേണ്ടത്. ഭയങ്കര സിവിയർ ആയിട്ട് ഹെഡേക്ക്, സിവിയർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഹെഡേക്ക്. മൈഗ്രെയിൻ വരുന്നവർക്കും ഈ പറയുന്നത് പോലെ കൂടി 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 ഒരു സ്റ്റേജിലെത്തുമ്പോൾ നല്ല തലവേദന ഉണ്ടാവും. മറ്റേ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തലവേദന, അതിനൊരു ഡിസ്ക്രിപ്ഷൻ പറയുന്നതെന്ന് വെച്ചാൽ മിന്നലടിക്കുന്ന പോലത്തെ തലവേദന. ഓക്കെ മാം. അപ്പം നമ്മൾ ട്യൂമറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കോമൺ ട്യൂമർ ഇസ് വെരി റയർ. പക്ഷേ മൈഗ്രെയിൻ എന്ന് പറയുന്നൊരു സംഭവം വളരെ കോമൺ ആണ്. ചിലപ്പോൾ നോർമലി ആൾക്കാർ തലവേദന വന്നാൽ പോലും മൈഗ്രെയിൻ ആണെന്ന് അവർക്ക് ചിലപ്പം കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ, പക്ഷേ മൈഗ്രെയിൻ ആണെന്ന് പറയാറുണ്ട്. മൈഗ്രെയിന് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സിംറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങളോ ഉണ്ടോ മാം? മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ യങ്സ്റ്റേഴ്സിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ഡിസീസ് അല്ല. ചില ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളതിനെ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നു, ചില ലക്ഷണങ്ങൾ വരുമ്പോൾ വേറൊരു പേരിടുന്നു. പക്ഷേ ഇതെല്ലാം രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുകയും പെട്ടെന്ന് ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന വേദനയാണ്. അപ്പോൾ പൊതുവെ മൈഗ്രെയിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് ഛർദി വരിക, പിന്നെ ലൈറ്റ് കാണുമ്പോൾ അസ്വസ്ഥത വരിക, സൗണ്ട് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വരിക എന്നൊക്കെയാണ് കോമൺ ആയിട്ട് കാണുക. പക്ഷേ നമ്മൾ സ്ട്രിക്ട്ലി പറഞ്ഞാൽ എപ്പോഴും എല്ലാ ആൾക്കാർക്കും അങ്ങനത്തെ ഫീച്ചേഴ്സ് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 10% വരുന്ന സിംറ്റംസ് ഇല്ലെങ്കിൽ നമുക്ക് മൈഗ്രെയിനും ഏത് രീതിയിൽ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. ക്ലാസിക്കലി പറയുക, ഒരു ദിവസം ഒരു സൈഡിൽ വരും, അടുത്ത ദിവസം മറ്റേ വശത്ത് വരും, അതിന് കൂടെ ചിലപ്പോൾ മനംവരട്ടുണ്ടാകും, ഉറങ്ങിയാലൊന്ന് കുറയും, അങ്ങനെ. മാത്രമല്ല എന്നുമുള്ള തലവേദന ആവില്ല, പൊതുവെ ഇൻഫ്രീക്വൻ്റ് ആയിരിക്കും. ഒരു ദിവസം ഉണ്ടാവും, കുറച്ച് ദിവസം ഉണ്ടാവില്ല, അത് കഴിഞ്ഞ് വീണ്ടും വരും. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ആ തലവേദനയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ട്രാവലായിരിക്കാം, ചിലപ്പോൾ ചില മണങ്ങളായിരിക്കാം, ഉറക്കമില്ലായ്മയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗറാണ് പൊതുവെ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ മാം. മാം, അപ്പോൾ ഈ നമ്മൾ നോർമൽ തലവേദനകൾക്ക് കൊടുക്കുന്ന ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നെയാണോ ഈ മൈഗ്രെയിന് കൊടുക്കുന്നത്? അല്ല. ഇപ്പോൾ മൈഗ്രെയിന് നമുക്കിപ്പോൾ 2-3 മാസത്തിലൊരു തലവേദന നമുക്ക് ആക്ച്വലി സിഗ്നിഫിക്കൻ്റ് അല്ല, നമുക്കൊരിക്കലും അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചികിത്സിക്കേണ്ട തലവേദന എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ നമുക്കൊരു 3 തവണയിൽ കൂടുതലോ 4 തവണയിൽ കൂടുതലോ വരികയാണ്. മാത്രമല്ല ആ ഒരു തലവേദന കൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്റ്റഡ് ആവും. അതായത് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതിരിക്കുക, ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ള സ്റ്റേജ് എത്തുക. അപ്പോഴാണ് ചികിത്സ നേടേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് പെയിൻ കില്ലേഴ്സ് ഒരു അറ്റാക്ക് വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ അഡീഷണലി മരുന്നുകൾ കഴിക്കും. അതായത് ഈ തലവേദന വരുന്നതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എണ്ണം മാസം തോറും കുറഞ്ഞു വന്ന് നിൽക്കുന്ന അവസ്ഥ എത്താൻ. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ മൈഗ്രെയിൻ ഇപ്പോൾ മാം പറഞ്ഞല്ലോ, നമുക്ക് 5 ടിപ്സ് മാം ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ ഈ മൈഗ്രെയിൻ ചേഞ്ച് ചെയ്യാൻ ഈ സെയിം ടിപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? മൈഗ്രെയിന് പ്രോബബ്ലി സെയിം ടിപ്സ് ഉണ്ടെങ്കിലും അതിൽ സ്ട്രെസ് ഉള്ള 2 കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഒരു അഡീഷണൽ പോയിന്റും ഉണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പിംഗ് ആണ്. നമ്മുടെ ഉറക്കം മോശമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ വരിക. രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫുഡ് ഞാനീ പറഞ്ഞ പോലെ ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് അങ്ങനെയല്ല. നമുക്ക് വയറിന് പിടിക്കാത്തതായി ഓരോരുത്തർക്കും ഓരോന്നാണ്. നമുക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില ഭക്ഷണങ്ങളുണ്ട്. ഓരോ വ്യക്തിയിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഭക്ഷണങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ ഒരിക്കലും മാറില്ല. അപ്പോൾ അത് ഓരോരുത്തരും ഐഡൻറ്റിഫൈ ചെയ്യണം, എന്താണ് എൻ്റെ വയറിന് പിടിക്കാത്തത്. കാരണം വയറിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ട് ട്രിഗേർഡ് ആകുന്ന മൈഗ്രെയിനാണ് ഓൾമോസ്റ്റ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു മൈഗ്രെയിൻ. പിന്നെ അഡീഷണൽ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ
സ്ട്രെസ് എന്ന് പറയുന്നതാണ് മൈഗ്രെയിൻ്റെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ. ചെറിയ തലവേദനയെ തുടങ്ങി കൂടി 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 നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ എത്തുന്നതിൻ്റെ മെയിൻ റീസണും സ്ട്രെസ്സാണ്. അപ്പോൾ മെൻ്റൽ റിലാക്സേഷൻ ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫിസിക്കൽ എക്സസൈസ് ഇൻ മൈഗ്രെയിൻ. മാം ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു സമയത്ത് മെൻ്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ തന്നെ മെൻ്റലി ഭയങ്കര ഇപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനോ ഒക്കെ ആൾക്കാർക്കൊരു മടിയാണ്. പക്ഷെ ശരിക്കും നമ്മളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം മാം ഇങ്ങനെ മെൻ്റൽ റിലേറ്റഡ് പ്രോബ്ലംസ് വുഡ് ദേ ലീഡ് ടു സംതിങ് വെരി സിവിയർ, അങ്ങനെ എന്തെങ്കിലും? ഡെഫിനറ്റ്ലി. കാരണം നമുക്കിപ്പോൾ ഒരു സോഷ്യലി ഒരു സ്റ്റിഗ്മയാണ്. അതായത് മനസ്സിന് നമുക്കൊരു ഡിപ്രഷൻ വന്നാൽ, ഒരു സ്ട്രെസ്സോ ആങ്സൈറ്റിയോ വന്നാൽ ഞാൻ ആരെയെ കാണിക്കുക, നാണക്കേടാണ്, ആൾക്കാരെന്താ വിചാരിക്കുക, ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഡിപ്രഷനോ ആങ്സൈറ്റിയോ മോശമായാൽ നമ്മളൊരു സ്റ്റേജിലെത്തും, നമുക്കൊരിക്കലും സോഷ്യലിയോ അല്ലെങ്കിൽ ജീവിതത്തിലോ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്. ആ സ്റ്റേജിൽ നിന്ന് ഈവൻ മരുന്നുകൾ തന്നിട്ട് പോലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ പാടാണ്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന മനസ്സിന് മാത്രം വരുന്നതല്ലേന്ന്. ഒരിക്കലുമല്ല. ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ തുടങ്ങുന്ന എല്ലാ സൈക്യാട്രിക് അസുഖങ്ങൾക്കും ഒരു ന്യൂറോ കെമിക്കൽ ബേസിസ് ഉണ്ട്. എന്ന് വെച്ചാൽ ബ്രെയിനിലുള്ള ഞരമ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ചില കെമിക്കലുകളുണ്ട്. ആ കെമിക്കലുകളിൻ്റെ കൂടുതലും കുറവുകൊണ്ട് മാത്രമാണ് ഈ സൈക്യാട്രിക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്, അതിന് പോലും ഈ ബേസിസ് ഉണ്ടാണെന്നാണ് പുതിയ റിസർച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും സ്ട്രക്ചറലി ഒരു ബേസിസ് ഉണ്ട്. എല്ലാം ന്യൂറോളജിക്കൽ തന്നെയാണ്, പക്ഷേ അത് മനസ്സിന് മാത്രം തോന്നലല്ല. ഓക്കെ, അപ്പോൾ സൈക്യാട്രിക് ആൻഡ് ന്യൂറോളജിക്കൽ ഡിസീസ് എന്ന് പറയുന്നത് സെയിം അല്ല, പക്ഷേ ദേ ഹാവ് എ കണക്ഷൻ. ദേ ഹാവ് എ സ്ട്രോങ് കണക്ഷൻ. കാരണം ഒരുപാട് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനും ആങ്സൈറ്റിയും അതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസീസ് മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, ആ ഡിപ്രഷനും ആങ്സൈറ്റിയും ബാക്കിയുള്ള സിംറ്റംസും ട്രീറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാവുള്ളൂ. അപ്പം ഈ മെൻ്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്തിട്ട് ചിലവർക്ക് സ്യൂസൈഡ് ടെൻഡൻസി വരെ വരാറുണ്ട്. ആൻഡ് ഈവൻ ഈ ഒരു സമയത്ത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു റേറ്റാണ് സ്യൂസൈഡ് എന്നുള്ളത്. അപ്പം നമ്മൾ ശരിക്കും ഇങ്ങനെ സ്യൂസൈഡൽ ടെൻഡൻസി വന്നാൽ പോലും നമ്മൾ ഹൗ ക്യാൻ അതേഴ്സ് ഹെൽപ്പ് ദീസ് പീപ്പിൾ? മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക് അവർ ചെയ്യുന്ന ബിഹേവിയറിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാവോ? നമുക്ക് അതിൽ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൽ അവരുടെ പ്രീവിയസ് പേഴ്സണാലിറ്റിയിൽ നിന്നൊരു മാറ്റം. അപ്പോൾ അതായത് വളരെ ആക്റ്റീവായിരുന്ന ആൾ ഉൾവലിയുക, അധികം സംസാരിക്കാതാവുക, മൂഡിയായിട്ട് കാണപ്പെടുക. നമുക്ക് തോന്നും ഒരു ചെറിയൊരു മൂഡ് സിംറ്റം മാത്രമല്ലേ എന്ന് തോന്നും. അങ്ങനെയല്ല. ആ ഒരു ഫേസിൽ നമ്മൾ ഡീൽ ചെയ്യാതെ നമ്മളൊരു പ്രോപ്പർ ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി എത്തിക്കഴിഞ്ഞിട്ട് ഡീൽ ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ മാത്രം പോരാ, നമ്മൾ ആക്ച്വലി അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ട, അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എല്ലാ മനുഷ്യനും ഈ ഫേസിൽ അല്ലെങ്കിൽ വേറൊരു ഫേസിൽ ഡിപ്രഷനോ ആങ്സൈറ്റിയോ എന്തായാലും വരും. എല്ലാ സുഖമുള്ള ജീവിതമുള്ള ആരുമില്ല. അതും എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പുറമേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ. ഒരിക്കലുമല്ല. നമുക്ക് എൻഡോജീനസ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കലുകൾ കുറയുന്നതുകൊണ്ട് മാത്രം വരുന്ന ഡിപ്രഷൻ. അവിടെ പുറത്ത് പ്രശ്നങ്ങളില്ല. അപ്പോൾ പലപ്പോഴും ഡിപ്രഷൻ വന്നാലും ആരും അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എല്ലാവരും പറയുന്നത് അല്ല എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. വീട്ടിലല്ലെങ്കിലും പ്രശ്നമില്ല, പ്രശ്നമുള്ളത് നമ്മുടെ ബ്രെയിനിലും അതിലുള്ള കെമിക്കൽസിലാണുള്ളത്. അപ്പോൾ ആ ഒരു സിംറ്റം നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയുന്ന സമയത്ത് എത്രയും വേഗം സൈക്യാട്രിസ്റ്റിനെയും ന്യൂറോളജിസ്റ്റിനും ആരെങ്കിലും ഒന്ന് കാണേണ്ടതാണ്.